മുൻ പ്രതിപക്ഷ നേതാവും AICC അംഗവുമായ രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. മലപ്പുറത്തെ KMCC നേതാവിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. കോൺഗ്രസിന്റെ നേതൃമാറ്റ ചർച്ചകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. കൂടിക്കാഴ്ച അരമണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് രമേശ് ചെന്നിത്തല മലപ്പുറത്ത് എത്തിയത്. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ജാമിയ അധ്യക്ഷൻ. അതിനാൽ തന്നെ രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിലൂടെ ലീഗും കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. സമസ്തയുടെ സ്ഥാപനമാണ് ജാമിയ. നേരത്തെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് NSS, SNDP എന്നിവർ പിന്തുണച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സമസ്തയുടെയും അതിനൊപ്പം മുസ്ലിം ലീഗിന്റെയും പിന്തുണ ചെന്നിത്തല ഉറപ്പാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ചെന്നിത്തലയുടെ ഈ നീക്കം. 2026 സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇതിനുള്ള കരുനീക്കം ചെന്നിത്തല തുടങ്ങിയതായാണ് വിവരം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടായത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം തെറിച്ച ചെന്നിത്തല ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും പാർട്ടിയിലും രമേശ് ചെന്നിത്തല വീണ്ടും ശക്തിയായി മാറുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. VD സതീശൻ, K സുധാകരൻ ദ്വന്ദ്വം നേതൃത്വം ഏറ്റെടുത്തതോടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറിയിരുന്നു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇതിനെതിരെ യോജിച്ച പോരാട്ടമുയർത്താനും നീക്കം നടത്തിയിരുന്നു. അതിനിടെ ഉമ്മൻചാണ്ടി അനാരോഗ്യത്തിലേക്കും പിന്നീട് മരണത്തിലേക്കും കടന്നു. ഉമ്മൻചാണ്ടിയുടെ അനുയായികളുടെ പിന്തുണയും ഗ്രൂപ്പിനതീതമായി ചെന്നിത്തലയ്ക്കുണ്ട് എന്നാണ് വിവരം. അതിനിടെ സുധാകരനെ ഒതുക്കി പാർട്ടി പിടിക്കാനുള്ള സതീശന്റെ നീക്കത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ വികാരമുണ്ട്. ഇതെല്ലാം കണക്കുകൂട്ടിയുള്ള നീക്കമാണ് ചെന്നിത്തല നടത്തുന്നത്. വിവിധ സമുദായ സംഘടനകളുടെ പിന്തുണ ഇതിനോടകം ചെന്നിത്തല സ്വന്തമാക്കിയിട്ടുണ്ട്. 11 വർഷത്തെ ഇടവേള അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തെത്തിയതും ഇതിന്റെ ഭാഗമാണ്. ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര യുദ്ധത്തിൽ ലീഗ് പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ സതീശനേക്കാൾ ചെന്നിത്തലയെയാണ് ലീഗിന് സ്വീകാര്യമെന്നാണ് വിവരം. അതേസമയം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയതും ശ്രദ്ധേയമാണ്. വിയോജിപ്പുകളിലും യോജിപ്പ് ഫാസിസത്തെ എതിർക്കണമെന്നും എല്ലാ കാലത്തേക്കും ഏകാധിപത്യ ഭരണകൂടം വാഴില്ലെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെന്ന് തങ്ങൾ കുറിപ്പിൽ പറയുന്നുണ്ട്. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് തന്നോടൊപ്പമുണ്ടെന്നും ഇനിയും ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. തനിക്ക് മുസ്ലിം ലീഗുമായി ഏറ്റവും നല്ല ബന്ധമാണുള്ളത്. അതൊരു കാരണവശാലും ഇല്ലാതാക്കില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നുവെന്നാണ് ചെന്നിത്തലയെ പുകഴ്ത്തി തങ്ങൾ പറഞ്ഞത്. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് VD സതീശൻ നടത്തിയ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമായിരുന്നു. മുഖ്യമന്ത്രി ആവുക എന്നതല്ല തന്റെ ലക്ഷ്യമെന്നും UDFനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ UDF തിരിച്ചു വരില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. UDFനെ തിരിച്ച് അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി വരാനിരിക്കുന്ന വർഷത്തെയാണ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഞങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കളമൊരുക്കുക എന്നതാണ്. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ നേരമില്ലാത്ത പ്രയത്നത്തിലേക്ക് കാലുവെക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ദുർഭരണത്തിന് അവസാനം കുറിക്കുക എന്നതാണ് പുതുവർഷത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. UDFനെ തിരിച്ചു കൊണ്ടുവരിക, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, ഏകോപിപ്പിക്കുക, ടീം വർക്ക് നടത്തുക, അത് ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതിനിടയിലാണ് സതീശനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നേതാക്കന്മാരുടെ ഈ കൂടിക്കാഴ്ച.